ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചായയാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്. അതൊരു ഈ കുത്തുന്ന ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒരു ചെറിയൊരു കഷ്ണം പട്ടയാണ്. അതുകൂടെ ഇട്ടിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളൊരു സ്പെഷ്യൽ ചായയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള പാലൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ചായയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഏലക്കയും എന്താ പറയുക പട്ടയും കൂടി ചതച്ചത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു സോസ് പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 250 ml കപ്പിൽ 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഏലക്കയും അതുപോലെ തന്നെ ചെറിയ കഷ്ണം പട്ടയും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജാഗരി പൗഡറാണ്. നമ്മൾ എന്താ പറയുക ശർക്കര, നിങ്ങൾ ശർക്കരയാണെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് വരെ ചക്കരയും യൂസ് ആക്കാം കേട്ടോ. ശർക്കരയും ചക്കരയും തമ്മിൽ വ്യത്യാസമുണ്ട്. ചക്കരയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. എൻ്റെ ചക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ ശർക്കരയുടെ പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഞാൻ മധുരത്തിനായിട്ട് ഞാൻ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് ആ ശർക്കരയ്ക്ക് ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പം മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിത് നല്ല കടുപ്പമുള്ള ചായപ്പൊടിയാണ്. 1 ടീസ്പൂൺ ചേർത്താൽ തന്നെ നന്നായിട്ട് കടുപ്പൊക്കെ ഉണ്ടാവും. അപ്പം നന്നായിട്ട് കടുപ്പൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് മാറ്റി അടച്ചു വയ്ക്കാം. ഇനി നമ്മൾ അതേ അടുപ്പിലേക്ക് വേറൊരു ചെറിയൊരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പിനേൽ ഒരല്പം കൂടി പാലുണ്ട് കേട്ടോ. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ചേരുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുങ്കുമപ്പൂവാണ് കേട്ടോ, സാഫ്രോൺ. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 പിഞ്ച് മാത്രം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ 1 പിഞ്ച് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. സ്കിന്ന് നല്ല ഗ്ലോ ആകാനും അതുപോലെ തന്നെ ഡൈജഷനൊക്കെ എളുപ്പമാകാനും എന്താ പറയുക നല്ലൊരു ഉന്മേഷം കിട്ടാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ചായയാണ് കേട്ടോ. അപ്പം ഇനി നമുക്കിത് ഫ്ലെയിം നന്നായിട്ട് പാലിപ്പൊന്ന് ചൂടായി തിളക്കാനായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഈ എന്താ പറയുക കുങ്കുമപ്പൂവിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങുന്ന രീതിയിൽ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചായ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കാം. ഇത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കുടിക്കേണ്ട ചായയാണ്. നല്ലൊരു പ്രത്യേക ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയാണ്. ഇപ്പോൾ സാഫ്രോണൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ നമ്മളത് എടുക്കാതെ വെച്ചിട്ടുണ്ടാവില്ലേ ചിലരൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ഇതുപോലെ ഒരു പ്രാവശ്യം ചായ ഉണ്ടാക്കി നോക്കുകൊണ്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇത് നന്നായി തിളച്ച് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയുക ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സാഫ്രോൺ ഇട്ട് തിളപ്പിച്ച പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. ശർക്കര ചേർത്തുകൊണ്ട് പിരിയൊന്നൊന്നും കരുതണ്ട. നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് തിളപ്പിച്ചെടുത്തത്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും. നല്ല അടിപൊളിയായിട്ടുള്ള ചായയാണ്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്കിതിൻ്റെ മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു പ്രത്യേക ഫ്ലേവർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചായയാണ്. അപ്പം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതുപോലെ ഈ ഒരു ചായ റെഡിയാക്കി നോക്കുകൊണ്ടു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒരു സ്പെഷ്യൽ ചായയാണ്. അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ചായ കൂടിയാണ്. അപ്പോൾ ഇഷ്ടമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.